5 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏറ്റവും നല്ല ദൈവിക ഗുണമാണ് ശാന്തമായി ഇരിക്കുക, അധികം ശബ്ദത്തിൽ വരാതിരിക്കുക, മധുരമായി സംസാരിക്കുക. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ടോക്കിയിൽ നിന്നും മൂവിയിലേക്കും മൂവിയിൽ നിന്നും സൈലൻസിലേക്കും പോകുന്നു. അതിനാൽ അധികം ശബ്ദത്തിലേക്ക് വരാതിരിക്കൂ. ചോദ്യം: ഏത് മുഖ്യ ധാരണയുടെ ആധാരത്തിൽ സർവ ദൈവിക ഗുണവും സ്വതവേ വന്നുകൊണ്ടിരിക്കും? ഉത്തരം: മുഖ്യമായത് പവിത്രതയുടെ ധാരണയാണ്. ദേവതമാർ പവിത്രമാണ്, അതിനാൽ അവരിൽ ദൈവിക ഗുണമുണ്ട്. ഈ ലോകത്തിൽ ആരിലും ദൈവിക ഗുണങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. രാവണ രാജ്യത്തിൽ ദൈവിക ഗുണങ്ങൾ എവിടെ നിന്ന് വരുവാനാണ്? റോയൽ കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗീതം: ഭോലാനാഥിനേക്കാൾ വേറിട്ടതായി ആരുമില്ല. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, മോശമായവരെ നേരെയാക്കുന്നവൻ ഒരേ ഒരാളാണ്. ഭക്തി മാർഗത്തിൽ അനേകരുടെ അടുക്കൽ പോകുന്നു, എത്ര തീർത്ഥയാത്രകളും മറ്റും ചെയ്യുന്നു. മോശമായവരെ നേരെയാക്കുന്നവനും പതീതരെ പാവനമാക്കുന്നവനും ഒരാൾ മാത്രമാണ്. സദ്ഗതി ദാതാവും ഗൈഡും ലിബറേറ്ററും ആ ഒന്നാണ്. മഹിമയുണ്ട്, പക്ഷേ അനേകം മനുഷ്യരും അനേകം ധർമ്മവും മഠങ്ങളും മാർഗങ്ങളും ശാസ്ത്രങ്ങളും ഉള്ളത് കാരണം അനേകം വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. സുഖത്തിനും ശാന്തിക്കും വേണ്ടി സത്സംഗങ്ങളിൽ പോകാറില്ലേ? ആരാണോ പോകാത്തത് അവർ മായാവി ലഹരികളിൽ ലഹരി പിടിച്ചിരിക്കുന്നു. ഇതും കുട്ടികൾക്കറിയാം. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. സത്യയുഗം എപ്പോൾ ഉണ്ടാകും? ഇപ്പോൾ എന്താണ് എന്നത് മനുഷ്യർ അറിയുന്നില്ല. ഇതാകട്ടെ ഏത് കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ ലോകത്തിൽ സുഖവും പഴയ ലോകത്തിൽ തീർച്ചയായും ദുഃഖവും ഉണ്ടാകുന്നു. ഈ പഴയ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്, അനേകം ധർമ്മമുണ്ട്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് കലിയുഗമാണ്. സത്യയുഗം പാസ്റ്റായി. അവിടെ ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു, മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ബാബ വളരെ തവണ മനസ്സിലാക്കിച്ചു തന്നു, വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. ആര് വരുന്നുവോ അവർക്ക് പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും വ്യത്യാസം കാണിച്ചു കൊടുക്കണം. അവർ എന്തു തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ചിലർ 10,000 വർഷം ആയുസ് എന്ന് പറയുന്നു, ചിലർ 30,000 വർഷം ആയുസ് എന്ന് പറയുന്നു. അനേകം മതങ്ങളുണ്ടല്ലോ. അവരുടെ പക്കലുള്ളത് ശാസ്ത്രങ്ങളുടെ മതമാണ്. അനേകം ശാസ്ത്രങ്ങളുമുണ്ട്, അനേകം മതങ്ങളുമുണ്ട്. മനുഷ്യരുടെ മതങ്ങളല്ലേ? ശാസ്ത്രങ്ങൾ എഴുതുന്നതും മനുഷ്യരല്ലേ? ദേവതമാർ ശാസ്ത്രങ്ങളൊന്നും എഴുതുന്നില്ല. സത്യയുഗത്തിൽ ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരിക്കുന്നു. അവരെ മനുഷ്യർ എന്നും പറയുവാൻ ആകില്ല. ഏതെങ്കിലും ബന്ധുമിത്രാദികളെയോ മറ്റോ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഇരുന്ന് ഇത് കേൾപ്പിച്ചു കൊടുക്കണം. ചിന്തിക്കേണ്ട കാര്യമാണ്. പുതിയ ലോകത്തിൽ എത്ര കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരിക്കുന്നത്? പഴയ ലോകത്തിൽ എത്ര വർധന ഉണ്ടാകുന്നു? സത്യയുഗത്തിൽ ഒരു ദേവതാധർമ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. മനുഷ്യരും കുറച്ചായിരുന്നു. ദൈവിക ഗുണങ്ങൾ ഉള്ളത് ദേവതമാരിലാണ്, മനുഷ്യരിൽ ഉണ്ടായിരിക്കുന്നില്ല. അതിലാണ് മനുഷ്യർ പോയി ദേവതമാരുടെ മുന്നിൽ നമസ്കരിക്കുന്നു, ദേവതമാരുടെ മഹിമകൾ പാടുന്നു. അവർ സ്വർഗവാസികളാണെന്നും നമ്മൾ നരകവാസികൾ കലിയുഗിവാസികളാണ് എന്നും അറിയുന്നു. മനുഷ്യരിൽ ദൈവിക ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന ആളിൽ വളരെ നല്ല ദൈവീ ഗുണമുണ്ട് എന്നാരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ.
പറയൂ, ഇല്ല. ദൈവീ ഗുണം ഉണ്ടായിരിക്കുന്നത് ദേവതമാരിലാണ്. കാരണം അവർ പവിത്രമാണ്. ഇവിടെ പവിത്രമല്ലാത്തത് കാരണം ആരിലും ദൈവീ ഗുണമുണ്ടാവുക സാധ്യമല്ല. കാരണം ആസുരീയ രാവണ രാജ്യമാണല്ലോ. പുതിയ വൃക്ഷത്തിൽ ദൈവീ ഗുണങ്ങളുള്ള ദേവതമാർ വസിക്കുന്നു. പിന്നെ വൃക്ഷം പഴയതാകുന്നു. രാവണ രാജ്യത്തിൽ ദൈവീ ഗുണങ്ങൾ ഉള്ളവർ ഉണ്ടാവുക സാധ്യമല്ല. സത്യയുഗത്തിൽ ആദി സനാതന ദേവീ ദേവതമാരുടെ പ്രവൃത്തി മാർഗമുണ്ടായിരുന്നു. പ്രവൃത്തി മാർഗത്തിലുള്ളവരുടെ മഹിമ പാടപ്പെട്ടിട്ടുണ്ട്. സത്യയുഗത്തിൽ നമ്മൾ പവിത്ര ദേവീ ദേവതമാരായിരുന്നു. സന്യാസമാർഗം ഉണ്ടായിരുന്നില്ല. എത്ര പോയിന്റ്സ് ലഭിക്കുന്നുണ്ട്? എന്നാൽ എല്ലാ പോയിന്റ്സും ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമല്ല. പോയിന്റ്സ് മറന്നുപോകുന്നു. അതിനാൽ ഫെയിലാകുന്നു. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നില്ല. ഒരു ദൈവീ ഗുണം നല്ലതാണ്. അധികം ആരോടും സംസാരിക്കരുത്. മധുരമായി സംസാരിക്കണം. വളരെ കുറച്ച് സംസാരിക്കണം. കാരണം കുട്ടികളായ നിങ്ങൾക്ക് ടോക്കിയിൽ നിന്നും മൂവിയിലേക്കും മൂവിയിൽ നിന്നും സൈലൻസിലേക്കും പോകണം. അപ്പോൾ ടോക്കിയെ വളരെയധികം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ആരെങ്കിലും വളരെ മെല്ലെ സംസാരിക്കുന്നുവെങ്കിൽ ഇവർ റോയൽ വീട്ടിലുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. വായിൽ നിന്നും സദാ രത്നങ്ങൾ വരണം. സന്യാസിയാകട്ടെ അഥവാ ആരുമാകട്ടെ, അവർക്ക് പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും കോൺട്രാസ്റ്റ് പറഞ്ഞു കൊടുക്കണം. സത്യയുഗത്തിൽ ദൈവിക ഗുണങ്ങളുള്ള ദേവതമാർ ഉണ്ടായിരുന്നു. അത് പ്രവൃത്തി മാർഗമായിരുന്നു. നിങ്ങൾ സന്യാസിമാരുടെ ധർമ്മം തന്നെ വ്യത്യസ്തമാണ്. എങ്കിലും പുതിയ സൃഷ്ടി സതോ പ്രധാനമാകുന്നുവെന്നും ഇപ്പോൾ തമോ പ്രധാനമാണ് എന്നും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആത്മാവ് തമോ പ്രധാനമാകുന്നു. അപ്പോൾ ശരീരവും തമോ പ്രധാനമായത് ലഭിക്കുന്നു. ഇപ്പോൾ പതീത ലോകം തന്നെയാണ്. എല്ലാവരെയും പതീതം എന്ന് പറയും. അതാണ് പാവനമായ സതോ പ്രധാന ലോകം. അതേ പുതിയ ലോകം തന്നെ ഇപ്പോൾ പഴയതാകുന്നു. ഈ സമയം എല്ലാ മനുഷ്യ ആത്മാക്കളും നാസ്തികരാണ്. അതിനാലാണ് കോലാഹലങ്ങൾ ഉള്ളത്. യജമാനനെ അറിയാത്തത് കാരണം പരസ്പരം അടിയും വഴക്കും കൂടിയും ഇരിക്കുന്നു. രചയിതാവിനെയും രചനയെയും അറിയുന്നവരെയാണ് ആസ്തികർ എന്ന് പറയുന്നത്. സന്യാസധർമ്മത്തിലുള്ളവർ പുതിയ ലോകത്തെ അറിയുന്നതേയില്ല. അതിനാൽ അവിടെ വരുന്നത് തന്നെയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ എല്ലാ ആത്മാക്കളും തമോ പ്രധാനമായിരിക്കുന്നു. പിന്നെ എല്ലാ ആത്മാക്കളെയും ആരാണ് സതോ പ്രധാനമാക്കുന്നത്? അത് ബാബയ്ക്ക് മാത്രമേ ആക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. സതോ പ്രധാന ലോകത്തിൽ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാവരും മുക്തിധാമത്തിൽ ഇരിക്കുന്നു. ബ്രഹ്മം തത്വമാണ്. അവിടെ നമ്മൾ ആത്മാക്കൾ നിവസിക്കുന്നു. അതിനെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നു. ആത്മാവാകട്ടെ അവിനാശിയാണ്. ഇത് അവിനാശി നാടകമാണ്. ഇതിൽ എല്ലാ ആത്മാക്കൾക്കും പാർട്ടുണ്ട്. നാടകം എപ്പോഴാണ് ആരംഭിച്ചത്? ഇതൊരിക്കലും ആർക്കും പറയുവാൻ സാധിക്കില്ല. ഇത് അനാദിയായ ഡ്രാമയാണല്ലോ. ബാബയ്ക്ക് പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റുവാൻ മാത്രം വരേണ്ടി വരുന്നു. ബാബ പുതിയ സൃഷ്ടി രചിക്കുന്നു എന്നല്ല. എപ്പോൾ പതീതമാകുന്നുവോ അപ്പോഴാണ് വിളിക്കുന്നത്. സത്യയുഗത്തിൽ ആരും വിളിക്കുന്നില്ല. പാവന ലോകം തന്നെയാണ്. രാവണൻ പതീതമാക്കി മാറ്റുന്നു. പരംപിത പരമാത്മാവ് വന്ന് പാവനമാക്കി മാറ്റുന്നു. പകുതി പകുതി എന്ന് തീർച്ചയായും പറയും. ബ്രഹ്മാവിൻ്റെ പകലും ബ്രഹ്മാവിൻ്റെ രാത്രിയും പകുതി പകുതിയാണ്. ജ്ഞാനത്തിലൂടെ പകലുണ്ടാകുന്നു. അവിടെ അജ്ഞാനമില്ല. ഭക്തി മാർഗത്തെ അന്ധകാരത്തിൻ്റെ മാർഗം എന്ന് പറയുന്നു.
ദേവതമാർ പുനർജന്മം എടുത്തെടുത്ത് പിന്നീട് അന്ധകാരത്തിൽ വരുന്നു. അതിനാൽ ഈ ഏണിപ്പടിയിൽ കാണിച്ചിട്ടുണ്ട് മനുഷ്യർ എങ്ങനെയാണ് സതോ രജോ തമോയിൽ വരുന്നത് എന്ന്. ഇപ്പോൾ എല്ലാവരുടെയും ജീർണിച്ച അവസ്ഥയാണ്. ബാബ വരുന്നത് ട്രാൻസ്ഫർ ചെയ്യുവാനാണ്, അതായത് മനുഷ്യനെ ദേവതയാക്കുവാനാണ്. ദേവതമാർ ഉണ്ടായിരുന്നപ്പോൾ ആസുരീയ ഗുണങ്ങളുള്ള മനുഷ്യർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആസുരീയ ഗുണങ്ങളുള്ളവരെ ദേവതാ ഗുണങ്ങൾ ഉള്ളവരാക്കി ആരു മാറ്റും? ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളും അനേകം മനുഷ്യരുമുണ്ട്. അടിയും വഴക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഒരു ധർമ്മമാണ്. അപ്പോൾ ദുഃഖത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ശാസ്ത്രങ്ങളിൽ വളരെയധികം കെട്ടുകഥകളാണ്. അത് ജന്മജന്മാന്തരങ്ങളായി പഠിച്ചു വന്നു. ബാബ പറയുന്നു, ഇവയെല്ലാം ഭക്തി മാർഗത്തിൻ്റെ ശാസ്ത്രങ്ങളാണ്. അതിലൂടെ എന്നെ പ്രാപ്തമാക്കാൻ കഴിയുകയില്ല. എനിക്കാകട്ടെ സ്വയം ഒരു തവണ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യണം. അങ്ങനെ ആർക്കും തിരികെ പോകുവാൻ സാധിക്കില്ല. വളരെ ക്ഷമയോടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. കോലാഹലങ്ങളും ഉണ്ടാകരുത്. ആ മനുഷ്യർക്ക് തങ്ങളുടെ അഹങ്കാരം ഉണ്ടായിരിക്കുമല്ലോ. സന്യാസിമാരോടൊപ്പം ഫോളോവേഴ്സും കഴിയുന്നു. ഉടനടി പറയും, ഇവർക്കും ബ്രഹ്മകുമാരിമാരുടെ ജാലവിദ്യ ഏറ്റു എന്ന്. വിവേക ബുദ്ധിയുള്ള മനുഷ്യർ പറയും, ഇത് ചിന്തിക്കുവാൻ യോഗ്യമായ കാര്യങ്ങളാണ് എന്ന്. മേളയിലും പ്രദർശിനിയുമെല്ലാം അനേകം പ്രകാരത്തിലുള്ളവർ വരുന്നു. പ്രദർശിനിയും മറ്റും ആര് തന്നെ വന്നാലും അവർക്ക് വളരെ ക്ഷമയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ ക്ഷമയോടെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് പോലെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുവാൻ പാടില്ല. പ്രദർശിനിയിലാണെങ്കിൽ വളരെ പേർ ഒരുമിക്കുന്നു. പിന്നെ പറയണം, താങ്കൾ കുറച്ച് സമയം നൽകി ഏകാന്തതയിൽ വന്ന് ഇരുന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ താങ്കൾക്ക് രചയിതാവിൻ്റെയും രചനയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരാം. രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം രചയിതാവായ ബാബയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മറ്റുള്ള എല്ലാവരും നീതി നീതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനും പോകുവാൻ സാധിക്കില്ല. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. പിന്നീട് ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ടായിരിക്കുകയില്ല. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും വൃദ്ധരാണെങ്കിൽ മനുഷ്യർ വിചാരിക്കും ഇവർ അനുഭവികളാണ്. തീർച്ചയായും സത്സംഗങ്ങളിലൊക്കെ പോയിട്ടുണ്ടാകും. ഏതെങ്കിലും കുട്ടികളാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് എന്തറിയാനാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ വൃദ്ധരുടെ പ്രഭാവം പതിഞ്ഞേക്കാം. ബാബ ഒരു തവണ വന്ന് ഈ ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കി മാറ്റുന്നു. മാതാക്കളിരുന്ന് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുമെങ്കിൽ സന്തോഷമുണ്ടാകും. പറയൂ, ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനത്തിൻ്റെ കലശം നമ്മൾ മാതാക്കൾക്ക് നൽകി. അത് പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നു. വളരെ വിനയത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കണം. ശിവനാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്ന് നമ്മെ ജ്ഞാനം കേൾപ്പിക്കുന്നു. പറയുന്നു, ഞാൻ മാതാക്കളായ നിങ്ങളിലൂടെ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഗേറ്റ് തുറക്കുന്നു. മറ്റാർക്കും തുറക്കുവാൻ സാധിക്കില്ല. നമ്മൾ ഇപ്പോൾ പരമാത്മാവിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഏതെങ്കിലും മനുഷ്യരല്ല പഠിപ്പിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. നിങ്ങളെല്ലാം ഭക്തിയുടെ സാഗരമാണ്. ഭക്തിയുടെ അതോറിറ്റിയാണ്, ജ്ഞാനത്തിൻ്റെതല്ല. ജ്ഞാനത്തിൻ്റെ അതോറിറ്റി ഞാൻ മാത്രമാണ്. മഹിമയും ഒന്നിൻ്റേതാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഉയർന്നതിലും ഉയർന്നത്. നമ്മൾ ആ ഒന്നിനെ തന്നെയാണ് അംഗീകരിക്കുന്നത്. ആ ഒന്ന്
നമ്മെ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ പഠിപ്പിക്കുന്നു. അതിനാൽ ബ്രഹ്മകുമാർ കുമാരിമാർ എന്ന് പാടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ മധുരമായ രൂപത്തിലിരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. എത്ര തന്നെ പഠിച്ചിട്ടുള്ളവരുമായിക്കൊള്ളട്ടെ, അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഏറ്റവും ആദ്യം ബാബയിൽ നിശ്ചയം വരുത്തണം. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കൂ, രചയിതാവ് ബാബയാണോ അതോ അല്ലയോ? സർവരുടെയും രചയിതാവ് ഒരേ ഒരു ശിവബാബയാണ്. ബാബയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ആദ്യം ഈ നിശ്ചയബുദ്ധിയാകണം. രചയിതാവായ ബാബ തന്നെയാണ് രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നത്. ആ ഒന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ഒന്ന് തീർച്ചയായിട്ടും ശരിയായത് തന്നെയായിരിക്കും മനസ്സിലാക്കിച്ചു തരിക. പിന്നെ യാതൊരു ചോദ്യവും ഉയരുകയില്ല. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഇത്രമാത്രം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ പാപം ഭസ്മമാകും. എൻ്റെ ജോലി തന്നെ പതീതരെ പാവനമാക്കുക എന്നതാണ്. ഇപ്പോൾ തമോ പ്രധാന ലോകമാണ്. പതീത പാവനായ ബാബയില്ലാതെ ആർക്കും ജീവൻ മുക്തി ലഭിക്കുകയില്ല. എല്ലാവരും ഗംഗാ സ്നാനം ചെയ്യുവാൻ പോകുന്നു. അപ്പോൾ പതീതർ തന്നെയല്ലേ? ഞാനാകട്ടെ ഗംഗാ സ്നാനം ചെയ്യൂ എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ നിങ്ങൾ എല്ലാ പ്രിയതമകളുടെയും പ്രിയതമനാണ്. എല്ലാവരും ഒരു പ്രിയതമനെ ഓർമ്മിക്കുന്നു. രചനയുടെ ക്രിയേറ്റർ ഒരേ ഒരു ബാബയാണ്. ആ ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ഈ യോഗാഗ്നിയിലൂടെ വികർമ്മം വിനാശമാകും. പഴയ ലോകം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തന്നെയാണ് ബാബ ഈ യോഗം പഠിപ്പിക്കുന്നത്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു. ബാബയുടെ മുന്നിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഏകരസമായി കേൾക്കുന്നില്ല. ബുദ്ധി മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഭക്തിയിലും ഇങ്ങനെ സംഭവിക്കുന്നു. മുഴുവൻ ദിവസവും വേസ്റ്റായി പോകുന്നു. പിന്നെ ഏതൊരു സമയം നിശ്ചയിക്കുന്നുവോ അതിലും ബുദ്ധി എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. എല്ലാവർക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകും. മായയുണ്ടല്ലോ. ചില കുട്ടികൾ ബാബയുടെ മുന്നിലിരിക്കവേ ധ്യാനത്തിലേക്ക്, അതായത് ട്രാൻസിൽ പോകുന്നു. ഇതും ടൈം വേസ്റ്റ് ആയല്ലോ. സമ്പാദ്യം ഉണ്ടായില്ല. ബാബ പറയുന്നു, ഓർമ്മയിലിരിക്കൂ. അതിലൂടെ വികർമ്മം വിനാശമാകട്ടെ. ധ്യാനത്തിൽ പോകുന്നതിലൂടെ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ ഇരിക്കുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളിലും വളരെയധികം കുഴപ്പങ്ങളുണ്ട്. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കേണ്ടതില്ല, ഓർമ്മയിലാണല്ലോ ഇരിക്കേണ്ടത്. കണ്ണ് തുറന്നു വയ്ക്കുന്നതിൽ ഭയപ്പെടരുത്. കണ്ണ് തുറന്നിരിക്കണം. ബുദ്ധിയിൽ പ്രിയതമൻ്റെ ഓർമ്മയുണ്ടാകണം. കണ്ണുകൾ അടച്ചിരിക്കുന്നത് നിയമമല്ല. ബാബ പറയുന്നു, ഓർമ്മയിലിരിക്കൂ. കണ്ണുകൾ അടയ്ക്കൂ എന്ന് പറയുന്നില്ല. കണ്ണുകൾ അടച്ച് കഴുത്തിങ്ങനെ താഴ്ത്തി വെച്ച് ഇരിക്കുകയാണെങ്കിൽ ബാബ എങ്ങനെ കാണുവാനാണ്? കണ്ണുകൾ ഒരിക്കലും അടയ്ക്കരുത്. കണ്ണുകൾ അടയുന്നുവെങ്കിൽ സംശയാസ്പദമായ എന്തോ ഉണ്ടാകും. മറ്റേ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാകും. ബാബ പറയുന്നു, മറ്റേതെങ്കിലും ബന്ധുമിത്രാദികളെയോ മറ്റോ ഓർമ്മിച്ചുവെങ്കിൽ നിങ്ങൾ സത്യമായ പ്രിയതമ അല്ല. സത്യമായ പ്രിയതമ ആകുമ്പോഴാണ് ഉയർന്ന പദവി നേടുന്നത്. പ്രയത്നം മുഴുവൻ ഓർമ്മയിലാണ്. ദേഹാഭിമാനത്തിൽ ബാബയെ മറന്നു പോകുന്നു.
പിന്നെ ഉന്തും തള്ളും കൊണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ മധുരവുമാകണം, അന്തരീക്ഷവും മധുരമാകണം. ഒരു ശബ്ദവും പാടില്ല. ആരെങ്കിലും വന്നുവെങ്കിൽ നോക്കണം എത്ര മധുരമായാണ് സംസാരിക്കുന്നത് എന്ന്. വളരെ സൈലൻസ് ഉണ്ടായിരിക്കണം. യാതൊരു അടിയും വഴക്കും പാടില്ല. ഇല്ലെങ്കിൽ അച്ഛൻ, ടീച്ചർ, ഗുരു 3 പേരെയും നിന്ദിക്കുന്നത് പോലെയാണ്. അവർ പിന്നെ നേടുന്നതും വളരെ കുറഞ്ഞ പദവിയായിരിക്കും. കുട്ടികൾക്ക് ഇപ്പോൾ വിവേകം ലഭിച്ചു കഴിഞ്ഞു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഉയർന്ന പദവി നേടാനാണ്. പഠിച്ച് പിന്നെ മറ്റുള്ളവരെയും പഠിപ്പിക്കണം. നമ്മൾ ആരെയും കേൾപ്പിച്ചില്ലെങ്കിൽ എന്ത് പദവിയായിരിക്കും നേടുക എന്നത് സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും. പ്രജയെ തയ്യാറാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും ആവുക? യോഗവുമില്ല, ജ്ഞാനവുമില്ല എങ്കിൽ പിന്നെ തീർച്ചയായും പഠിച്ചവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. സ്വയം നോക്കണം. ഈ സമയത്ത് തോറ്റുപോവുകയും കുറഞ്ഞ പദവി നേടുകയുമാണെങ്കിൽ കൽപ്പാന്തരത്തേക്ക് കുറഞ്ഞ പദവിയായി പോകും. ബാബയുടെ കാര്യം മനസ്സിലാക്കിച്ചു തരിക എന്നതാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ തൻ്റെ പദവി ഭ്രഷ്ടമാകും. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്നതും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എത്ര കുറച്ചും മെല്ലെയും സംസാരിക്കുമോ അത്രയും നല്ലത്. ബാബ സേവനം ചെയ്യുന്നവരുടെ മഹിമയും പറയുന്നുവല്ലോ. വളരെ നല്ല സേവനം ചെയ്യുന്നുവെങ്കിൽ ബാബയുടെ ഹൃദയത്തിൽ കയറുന്നു. സേവനത്തിലൂടെ ആയിരിക്കുമല്ലോ ഹൃദയത്തിൽ കയറുക. ഓർമ്മയുടെ യാത്രയും തീർച്ചയായും ആവശ്യമാണ്. അപ്പോഴാണ് സദോ പ്രധാനമാകുന്നത്. അധികം ശിക്ഷ അനുഭവിക്കുമെങ്കിൽ പദവി കുറഞ്ഞു പോകും. പാപം ഭസ്മമാകുന്നില്ലെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പദവിയും കുറഞ്ഞു പോകും. അതിനെ നഷ്ടം എന്ന് പറയും. ഇതും വ്യാപാരമാണല്ലോ. നഷ്ടത്തിലേക്ക് പോകരുത്. ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഉയർന്നവരാകണം. ബാബ ഉന്നതിക്ക് വേണ്ടി പല പ്രകാരത്തിലുള്ള കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. ഇനി ആര് ചെയ്യുമോ അവർ നേടും. നിങ്ങൾക്ക് പരിസ്ഥാനിയാകണം. അങ്ങനെയുള്ള ഗുണങ്ങളും ധാരണ ചെയ്യണം. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ആരോടും വളരെ വിനയത്തോടെയും മെല്ലെയും സംസാരിക്കണം. സംസാര രീതി വളരെ മധുരമാകണം. സൈലൻസിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. യാതൊരു ശബ്ദവും പാടില്ല. അപ്പോൾ സേവനത്തിൻ്റെ സഫലത ഉണ്ടാകും. സത്യമായ പ്രേതമയായി ഒരു പ്രേതമനെ ഓർമ്മിക്കണം. ഓർമ്മയിൽ ഒരിക്കലും കണ്ണുകൾ അടച്ച് കഴുത്ത് താഴ്ത്തിയിരിക്കരുത്. ദേഹി അഭിമാനിയായി ഇരിക്കണം. വരദാനം. സർവ ഖജനാവുകളെയും സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും യൂസ് ചെയ്യുന്ന അഖണ്ഡ മഹാദാനിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ ഭണ്ഡാര സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ദിവസവും നൽകുന്നു, അതേപോലെ താങ്കളുടെയും അഖണ്ഡ ഭോജനശാല പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. കാരണം താങ്കളുടെ അടുക്കൽ ജ്ഞാനത്തിൻ്റെയും ശക്തികളുടെയും സന്തോഷങ്ങളുടെയും നിറഞ്ഞ ഭണ്ഡാരമുണ്ട്. ഇത് കൂടെ വയ്ക്കുന്നതിലൂടെയും ഉപയോഗിക്കുന്നതിലൂടെയും യാതൊരു കുഴപ്പവുമില്ല. ഈ ഭണ്ഡാര തുറന്നിരിക്കുകയാണെങ്കിൽ കള്ളന്മാർ വരികയില്ല. അടച്ചു വയ്ക്കുകയാണെങ്കിൽ കള്ളന്മാർ വരും. അതിനാൽ ദിവസവും തനിക്ക് ലഭിച്ച ഖജനാവുകളെ നോക്കൂ. സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും യൂസ് ചെയ്യൂ. അപ്പോൾ
അഖണ്ഡ മഹാദാനിയായി മാറും. സ്ലോഗൻ: കേട്ടതിനെ മനനം ചെയ്യൂ. മനനം ചെയ്യുന്നതിലൂടെ തന്നെയാണ് ശക്തിശാലി ആകുന്നത്. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. സേവനവും സ്ഥിതിയും ബാബയും താങ്കളും ഈ കമ്പൈൻഡ് സ്ഥിതിയാൽ കമ്പൈൻഡ് സേവനം ചെയ്യൂ. അപ്പോൾ സദാ ഫരിസ്ത സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യും. സദാ ബാബയുടെ കൂട്ടുമുണ്ട്, കൂട്ടുകാരനുമാണ്. ഈ ഡബിൾ അനുഭവം ഉണ്ടാകണം. സ്വയം തനിക്കുള്ള സ്നേഹത്താൽ സദാ കൂട്ടുകെട്ട് അനുഭവിക്കൂ. സേവനത്തിൽ സദാ കൂട്ടുകാരനായി അനുഭവിക്കൂ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക്
പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.